ലാലേട്ടനും കൂടി ഭയക്കുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ എന്നൊന്നും വിളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിൽ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മോഹൻലാൽ എന്ന് വിളിക്കല്ലോ, പേര് വിളിക്കാം അല്ലേ. മോഹൻലാൽ കൂടി ഭയക്കുന്നുണ്ടെങ്കിൽ ലാലേട്ട എന്നൊരു സ്നേഹം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലാലേട്ട എന്ന് വിളിക്കുന്നത്. കാരണം ഒരു ധൈര്യമില്ലാത്തൊരു നടനെ നമ്മളിപ്പോൾ കാണുകയാണ് ചെയ്യുന്നത്. സെൻസർ ബോർഡ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അതിനൊരു റീകട്ടിങ്, ഒന്നെങ്കിൽ ഇതൊരു കുബുദ്ധിയായിരിക്കാം. എന്താണ്, പടം ഓൾറെഡി വലിയൊരു ഹൈപ്പിലേക്ക് എത്തിച്ചിട്ട് ആ ഒരു സെക്ഷനിലേക്ക് മൂവി വന്നിട്ടില്ല, മെയിൻ കാര്യം. ഇനി അത് ആൾക്കാർ കാണുവാനുള്ള ഒരു ഐഡിയ ആണോ എന്നും പറയാം, ഇനി അറിയില്ല. ഇനി അല്ലെങ്കിൽ പോലും ഇനി കട്ട് ചെയ്തിട്ട് സിനിമ ഇറക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബി ജെ പിയെ മോഹൻലാൽ ഭയക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയാണോ മോഹൻലാൽ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം അല്ലേ. സ്വാഭാവികമായിട്ട് മനുഷ്യന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പിന്നെ ഒരു പവർ ഇല്ലാത്ത ലാലേട്ടനെ നമ്മൾ കാണുന്നു. ലാലേട്ടനല്ല, സോറി, മോഹൻലാൽ. പവർ ഇല്ലാത്ത ഒരു ആക്ടറെ നമ്മൾ കാണുവാണ്. സിനിമയിൽ മാത്രം പവർ ഉണ്ടായിട്ട് പോരല്ലോ, ഒരു വ്യക്തി ജീവിതത്തിലും ഒരു മനുഷ്യൻ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോപ്പർ വേയിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് വേണം സ്വാഭാവികമായിട്ട്. അതിനൊക്കെ വിജയിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു മെർസൽ എന്ന് പറഞ്ഞ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ കുറേ പ്രോബ്ലംസും ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് പുള്ളി നേരിട്ട ഒരു സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ അതാണ് പിന്നെ ബി ജെ പിന്നെ എതിർക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് വിജയ് രൂപീകരിച്ചിട്ടുള്ളത്. പരസ്യമായിട്ട് മോദിജിനെയൊക്കെ പരസ്യമായിട്ട് ധൈര്യമായിട്ട് അവരെ എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പം കൂടെ നടത്തുന്നുണ്ട്, സ്പീച്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും.